അവൾക്ക് പേര് ചക്കി എന്നായിരുന്നു. ആ വീട്ടിലെ ഇളയ മകൻ കണ്ണന്റെ വിരലുകളിൽ നക്കിപ്പിടിച്ചാണ് അവൾ വളർന്നത്. പഞ്ഞിക്കെട്ടുപോലെയുള്ള അവളുടെ ദേഹത്ത് മുഖം ചേർത്ത് കിടക്കുമ്പോൾ കണ്ണന് കിട്ടിയിരുന്ന ആ മണം സ്നേഹത്തിന്റേതായിരുന്നു. പക്ഷേ ആ സ്നേഹത്തിന് ഒരു കാലാവധിയുണ്ടായിരുന്നുവെന്ന് അവൾ അറിഞ്ഞില്ല. ഡിസംബർ 31 പുലർച്ചെ തണുത്തുവിറച്ച ചക്കിയെ യജമാനൻ പതിവിലും നേരത്തെ തൊഴുത്തിൽ നിന്നും അഴിച്ചു. നല്ല പച്ചിലകളും കഞ്ഞിവെള്ളവും അവൾക്ക് മുന്നിലെത്തി. സന്തോഷത്തോടെ അവൾ അതൊക്കെ കഴിച്ചു തീർത്തു. തനിക്ക് നേരെ നീളുന്ന കൈകൾ തന്റെ ജീവനെടുക്കാൻ പോകുന്നവരുടേതാണെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വണ്ടിയിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ അവൾ യജമാനന്റെ കണ്ണുകളിലേക്ക് സങ്കടത്തോടെ നോക്കി. ആ നോട്ടത്തിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു. എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? പക്ഷേ അയാൾ മുഖം തിരിച്ചു. കയ്യിൽ കിട്ടിയ നോട്ടുകൾ എണ്ണുന്ന തിരക്കിലായിരുന്നു അയാൾ. മരണത്തിന്റെ മണമുള്ള രാത്രി നഗരത്തിലെ ഒരു ഇരുണ്ട മൂലയിൽ അവളെ കെട്ടിയിട്ടു. ചുറ്റും പാട്ടും മേളവും വെടിക്കെട്ടും. ആകാശത്ത് പൂത്രികൾ വിരിയുമ്പോൾ ചക്കിയുടെ ഉള്ളിൽ ഭയം വിറയ്ക്കുകയായിരുന്നു. അടുത്തുകൂടി പോകുന്ന മനുഷ്യർ അവളുടെ കഴുത്തിലും തുടയിലും അമർത്തി നോക്കുന്നുണ്ടായിരുന്നു. മാംസത്തിന്റെ അളവ് തൂക്കി നോക്കുന്ന ക്രൂരത. പാതിരാത്രിയായി. ലോകം മുഴുവൻ ആർപ്പുവിളികളോടെ പുതുവർഷത്തെ വരവേറ്റു. ഹാപ്പി ന്യൂ ഇയർ എന്ന ആരവം തെരുവിൽ മുഴങ്ങി. അതേ നിമിഷം ഇരുളടഞ്ഞ ആ മുറിയിൽ ചക്കിയുടെ കഴുത്തിൽ തണുത്ത കത്തി അമർന്നു. തന്റെ പ്രിയപ്പെട്ട കണ്ണൻ നൽകാറുള്ള തലോടൽ പ്രതീക്ഷിച്ച കഴുത്തിലേക്ക് മരണം ആഴ്ന്നിറങ്ങി. ഒന്ന് നിലവിളിക്കാൻ പോലും ആവാതെ ചോര വാർന്ന് ആ കണ്ണുകൾ അടയുമ്പോൾ അവൾ അവസാനമായി കണ്ടത് താൻ സ്നേഹിച്ച മനുഷ്യരുടെ ചിരിക്കുന്ന മുഖങ്ങളാകാം. പിറ്റേന്ന് രാവിലെ ആഘോഷം കഴിഞ്ഞവർ ഉണർന്നു. ചക്കിയുടെ മാംസം വേവുന്ന മണം അവിടെയാകെ പടർന്നു. അവളോടൊപ്പം കളിച്ചവർ തന്നെ ആ മാംസം ആസ്വദിച്ചു കഴിച്ചു. ആരും ഓർത്തതേയില്ല തലേദിവസം വരെ തങ്ങളെ നോക്കി വാലാട്ടി നിന്നിരുന്ന ആ ജീവന്റെ വേദന. മനുഷ്യന്റെ ആഘോഷങ്ങൾ പലപ്പോഴും മിണ്ടാപ്രാണികളുടെ അന്ത്യയാത്രയാകുന്നു എന്നത് വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ്. മനുഷ്യൻ ലാഭനഷ്ടങ്ങൾ നോക്കി സ്നേഹിക്കുമ്പോൾ മൃഗങ്ങൾ പകരമൊന്നും പ്രതീക്ഷിക്കാതെയാണ് സ്നേഹിക്കുന്നത്. നമ്മൾ അവയ്ക്ക് ഒരു നേരം ആഹാരം കൊടുത്താൽ, അല്ലെങ്കിൽ ഒന്ന് തലോടിയാൽ അത് അവ ജീവിതകാലം മുഴുവൻ ഓർത്തുവയ്ക്കും. ഒരു മനുഷ്യൻ തന്റെ സ്വാർത്ഥതയ്ക്കായി കൂടെയുള്ളവനെ ചതിച്ചേക്കാം. എന്നാൽ ഒരു നായയോ പൂച്ചയോ താൻ സ്നേഹിക്കുന്ന യജമാനനെ ഒരിക്കലും വഞ്ചിക്കില്ല. അവയുടെ കണ്ണുകളിലെ ആ നിഷ്കളങ്കതയിൽ തെളിയുന്നത് കലർപ്പില്ലാത്ത സ്നേഹമാണ്. ഈ ഭൂമിയിൽ സ്നേഹത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം കാണാൻ കഴിയുന്നത് മൃഗങ്ങളിലാണ്. മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് ബന്ധങ്ങളെ അളക്കുമ്പോൾ മൃഗങ്ങൾ ഹൃദയം കൊണ്ടാണ് നമ്മെ തിരിച്ചറിയുന്നത്.